CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി, ആ പേരിൽ തന്നെ ഒരു തമാശയുണ്ട്. എങ്ങനെയാണ് രൂപപ്പെട്ടത്? വളരെ വിചിത്രമായൊരു സാഹചര്യത്തിലാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തൊഴിലില്ലാത്ത യുവാക്കളെ പരിഹസിക്കുന്ന തരത്തിൽ ഇവരൊക്കെ വെറും പാറ്റകളാണ്, പണിയില്ലാത്തവരാണ്, പണിയറിയാത്തവരാണ്, സാമൂഹ്യ ദ്രോഹികളാണ്, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പോസ്റ്റിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന രൂപത്തിലൊരു പരാമർശം. ആ പരാമർശം അങ്ങനെയല്ല നടത്തിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അത്, യുവാക്കളുടെ ഇടയിൽ അത് വ്യാപിച്ചു. യുവാക്കൾ വലിയ തോതിൽ, അത് അമേരിക്കയിൽ നിന്നുള്ള ഒരാളാണ് ഇനീഷ്യേറ്റ് ചെയ്തെങ്കിലും കോടിക്കണക്കിന് യുവാക്കളാണ് അവരുടെ പോർട്ടലിൽ അവരുടെ ID-യുമായി ബന്ധപ്പെട്ട് അവരുമായി സമ്പർക്കം പുലർത്തിയത്. ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 10 ലക്ഷം അല്ല 1 കോടിയിലധികം ആളുകൾ അതിൽ ചേർന്നു എന്നാണ് പറയുന്നത്. യുവാക്കളാണ് ഇതിൽ മുഴുവൻ ചേർന്നത്. പ്രത്യേകിച്ചും യുവാക്കളുടെ ഇന്നത്തെ ഇന്ത്യയിലെയും ഒരു പരിധിവരെ ലോകത്തെയും അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അവരുടെ തൊഴിൽ സുരക്ഷിതത്വം, തൊഴിലിലെ വരുമാനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, IT മേഖലയിൽ കഴിഞ്ഞ 15 വർഷമായി ശമ്പള വർധന ഉണ്ടായിട്ടില്ല. നമ്മൾ വിചാരിക്കും IT-ക്കൊക്കെ വലിയ ശമ്പളമാണ്. 15 വർഷം മുമ്പ് ഒരു 40,000 രൂപ കിട്ടിയിരുന്നവർക്ക് ഇപ്പോഴും 40,000 തന്നെയുള്ളൂ. വളരെ അപൂർവം ചില പ്രത്യേക മേഖലകളിലുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ടാവാം, റോബോട്ടിക്സോ AI-യോ. പക്ഷേ ജനറൽ IT മേഖലയിൽ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടമുണ്ടായിരിക്കുന്നു, തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതായിരിക്കുന്നു, അവരുടെ ജോലി തന്നെ സംശയത്തിന് വന്നിരിക്കുന്നു. ഇതൊന്നാമത്തെ കാര്യം. 2, അവരുടെ സാമ്പത്തിക ഭാവി, തൊഴിൽ ഭാവി മാത്രമല്ല, സാമൂഹ്യമായും അവരുടെ ജീവിതം സുരക്ഷിതമല്ല എന്ന രൂപത്തിൽ വന്നിരിക്കുന്നു. യുവാക്കളിൽ നല്ലൊരു പങ്കും ഏതെങ്കിലും വിധത്തിൽ നാട് വിടാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് യുവാക്കളും യുവതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്കയുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, കാലാവസ്ഥാ മാറ്റം പോലെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പങ്കുമില്ല. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ജനാധിപത്യം അപകടത്തിലാവുന്നു എന്ന തോന്നൽ അവർക്ക് ഉണ്ടായപ്പോഴാണ് അവർ ഈ പാർട്ടി വന്നത്. ഈ പാർട്ടി 5 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ച അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം, ജസ്റ്റിസുമാരായി സുപ്രീം കോടതിയിൽ നിന്നും വിരമിക്കുന്ന ആളുകൾ മറ്റ് ജോലികൾ, രാജ്യസഭാ മെമ്പറായോ ഗവർണർ പോലെയുള്ള പണികളോ ഏറ്റെടുക്കരുത് എന്ന അവരുടെ വാദം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കേണ്ട ഒരു വാദമാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഒരു ചീഫ് ജസ്റ്റിസ് ഗവർണറായി സ്ഥാനമൊഴിഞ്ഞ ഉടനെ ഗവർണറായി വന്നു. ചില ചീഫ് ജസ്റ്റിസുമാർ പിറ്റേ ദിവസം രാജ്യസഭാംഗമായി, ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ടുണ്ടല്ലോ രാജ്യസഭാംഗമായി എന്ന് പറഞ്ഞാൽ ഇവരുടെ വിധികൾ വലിയ തോതിൽ സംശയിക്കപ്പെടേണ്ടതാണ് എന്ന്. കാരണം ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി ഇവർ ഇടപെടുന്നു എന്നതാണ് ഇവരുടെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. SIR എന്ന ഇടപാടിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വോട്ട് ഇല്ലാതാക്കിയിരിക്കുന്നു. ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ അവകാശം, അഭിപ്രായം പറയാനുള്ള അവകാശം പോലെ തന്നെ അവകാശമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം. എൻ്റെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. എൻ്റെ ലിസ്റ്റ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിലില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ വോട്ട് വരില്ല. ഇതിന് പല ന്യായങ്ങളും ടെക്നിക്കലായ പല റീസൺസും പറയും. ബംഗാളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ബീഹാറിൽ കണ്ടതാണ്, അപ്പോൾ ആസാമിൽ കണ്ടതാണ്. ആ അർത്ഥത്തിൽ വലിയ തോതിൽ വോട്ടില്ലാതാക്കുന്നു. ഇവരുടെ രണ്ടാമത്തെ ഡിമാൻഡ്, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അർഹരായ ഒരാളുടെ പേര് റദ്ദാക്കിയാൽ ആ ഉദ്യോഗസ്ഥനെ UAPA അനുസരിച്ച് ശിക്ഷിക്കണമെന്നാണ്. ഞാൻ പറയുന്നത് ഇവരുടെ ഡിമാൻഡ് കൃത്യമായും പൊളിറ്റിക്കൽ ഡിമാൻഡാണ്. മൂന്നാമതൊന്ന്, ഇന്ത്യ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഗോദി മീഡിയ എന്ന് നമ്മൾ പറയും, കോർപ്പറേറ്റ് മോദിയുടെ മീഡിയ. കോർപ്പറേറ്റ് മോദി മീഡിയ 33 ചാനലുകൾ അദാനിക്കും അംബാനിക്കും ഇന്ത്യയിലുണ്ട്. ഇവർ പടച്ചുവിടുന്ന നുണകൾ, തെറ്റിദ്ധാരണകൾ, ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന വർഗീയ വിഭജനങ്ങൾ, ഇത് വളരെ അപകടകരമാണ്. ഇവയെ നിരോധിക്കണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, എല്ലാ സ്ഥാനങ്ങളിലും 50% വരുന്ന സ്ത്രീകൾക്ക് അവരുടെ സംവരണം കൊടുക്കണം. അത് പാർലമെന്റിലും അസംബ്ലിയിലും മന്ത്രിമാരിലും ഒക്കെ കൊടുക്കണം. ഞാൻ പറഞ്ഞത് ഇവരുടെ ഡിമാൻഡ്സ്, ഈ ഡിമാൻഡ് കുട്ടിക്കളിയായ ഡിമാൻഡ് അല്ല. നിലവിലുള്ള സർക്കാർ
ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാര സ്ഥാനങ്ങളിൽ തുടരുന്നു എന്ന ആശങ്ക ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റും അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ പരാതികൾ ശരിവെക്കുന്നതാണ്. ഒരുപക്ഷെ പ്രതിപക്ഷമൊന്നും ആ പരാതിയായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ആ പരാതികൾ ശരിവെക്കുന്നതാണ് ഇവരുടെ ഈ ചോദ്യങ്ങൾ. സ്ത്രീകളുടെ പരിഗണനയടക്കമുള്ള കാര്യങ്ങൾ. ജനാധിപത്യത്തിൽ തുല്യ പ്രാതിനിധ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ചോദിക്കാൻ ഒരുപക്ഷെ വേണ്ടത്ര ശക്തമായി ചോദിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്ന ഒരു ധ്വനിയും CJPയിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CJPയുടെ വരവോടുകൂടി പരിഭ്രാന്തരായത്, ഇപ്പൊ ഇവിടെ പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസും CPM-ഉം CPI-യും അടക്കമുള്ള ആളുകൾ CJP പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിലാണ്. അവരുടെ ഒരു AI ഇത് വന്നപ്പോൾ, ആദ്യം തന്നെ X വന്നപ്പോൾ, അത് ട്വിറ്റർ വന്നപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് ക്ലോസ് ചെയ്യിച്ചു ഭരണകൂടം ഇടപെട്ട്. രണ്ടാമത് വേറൊന്ന് വന്നു, അതും ക്ലോസ് ചെയ്യിച്ചു. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ ഈ രാജ്യത്ത് അധികാരമില്ലേ? അവരെ നിങ്ങളിങ്ങനെ രാജ്യദ്രോഹികളായി കാണുക. അവരുടെ നേതാവ് പണ്ട് ഏതോ ആർട്ടിക്കിൾ 370-നെതിരായി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ് ഇപ്പൊ പറയണത്. ഒന്നാമത് നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു നേതാവും സംഘടനയുമുള്ള ആളുകളല്ല ഈ കുട്ടികൾ. ഇവർ സ്വമേധയാ വന്നതാണ്. പല രാജ്യങ്ങളിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ടുണീഷ്യയിലെ മുല്ലപ്പൂ വിപ്ലവം മുതൽ അവസാനം നേപ്പാളിലും ശ്രീലങ്കയിലും മറ്റു പല രാജ്യങ്ങളിലും, ഇന്തോനേഷ്യയിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഇത് വന്നതിന്റെ ഗുണമാണോ ദോഷമാണോ? ഇതിനു മുമ്പ് ആം ആദ്മി പാർട്ടി ഇതുപോലെ ഉയർന്നു വന്നപ്പോൾ അത് ഇതിനേക്കാൾ സംഘടിതമായിരുന്നു. ഇതൊന്നും ആം ആദ്മി പാർട്ടി വരുമ്പോൾ അവർക്ക് ബേസിക് ഒരു സംഘടന ഡൽഹിയിൽ ഉണ്ടായിരുന്നു, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. ഇവർക്ക് അതുപോലും ഇല്ല. ഇവർക്ക് അങ്ങനെ ഒരു സംഘാടനം തന്നെയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. വലിയ ഫ്ലെക്സും ബോർഡും കേരളം മുഴുവൻ ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് ബോർഡ് വെച്ചിട്ടും ഒരു കാര്യവും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലല്ലോ. ഞാനല്ലാതെ ഇഷ്ടംപോലെ ആളുണ്ടെന്നല്ലേ ജനങ്ങൾ പറഞ്ഞേ. ആ തെരഞ്ഞെടുപ്പ് രീതികൾക്കൊക്കെ അപ്പുറത്ത് ജനാധിപത്യം ആഗ്രഹിക്കുന്ന, തുല്യത ആഗ്രഹിക്കുന്ന, നീതി ആഗ്രഹിക്കുന്ന, സാമൂഹ്യ സുരക്ഷ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. കുട്ടികളെ പറ്റി പൊതുവെ പറയാറുണ്ട് അവർക്ക് രാഷ്ട്രീയം അറിയില്ല. വളരെ ലളിതമായി ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോട് ചോദിക്കാനുള്ളത്, ഇവർ പറയുന്നത്ര കൃത്യമായ രാഷ്ട്രീയം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ചെന്ന് മുട്ടുന്നത് ഇന്ത്യ ഭരിക്കുന്നവരിലാണ്, BJPയിലാണ്. ജനങ്ങളിൽ വലിയ തോതിൽ വർഗീയതയും മറ്റു രീതിയിലുള്ള പ്രാദേശികതയും രാജ്യരക്ഷയും രാജ്യസുരക്ഷയും പോലെയുള്ള സംഗതികൾ പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ദിവസം ദിവസം പെട്രോൾ വില കൂട്ടി പലതരത്തിലുള്ള ദ്രോഹങ്ങൾ ജനങ്ങൾക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ വലിയ തോതിൽ ഇന്ത്യയുടെ വലിയ തകർച്ചയാണ് ഇന്ത്യക്കുണ്ടാവും. ഇന്ത്യൻ രൂപ ഇപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഇന്ന് രാവിലെ തന്നെ എനിക്കറിയില്ല. 100 രൂപയുടെ അടുത്ത് ഒരു ഡോളറിന് വില വന്നു. ട്രംപിനെ പോലെയുള്ള ഭരണാധികാരികൾക്ക് മുമ്പിൽ കാൽ സാഷ്ടാംഗം വീഴുന്ന ആള്, ഒരു പത്രസമ്മേളനം പോലും നടത്താൻ തയ്യാറാവാത്ത പ്രധാനമന്ത്രി. ജനാധിപത്യമാണ്. ഒരു പത്രസമ്മേളനം പോലും നടത്താൻ തയ്യാറല്ല അങ്ങനെ ഒരു പ്രധാനമന്ത്രി. അപ്പൊ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് വലിയവരെക്കാൾ ഈ കുട്ടികൾക്ക് രാഷ്ട്രീയം മനസ്സിലായിരിക്കുന്നു എന്നാണ്. മുമ്പ് പരിസ്ഥിതി പ്രശ്നം ലോകം മുഴുവൻ വ്യാപിച്ചപ്പോൾ 17 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഗ്രീറ്റ തൻബർഗ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വാഭാവികമായും സ്വീഡനിൽ ആരംഭിച്ച ഒരു സമരം ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ, അതിന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു. ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ കുട്ടികൾ ഭരണാധികാരികളോട്, ട്രംപിനോട്, പുടിനോട്, മോഡിയോട്, അല്ലെങ്കിൽ ഫ്രഞ്ച് പ്രസിഡന്റിനോടൊക്കെ മുഖത്ത് നോക്കി നിങ്ങളുടെ ബ്ലാ ബ്ലാ നിർത്തുക, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഈ ഭൂമി വലിയ ദുരന്തമായി മാറുന്നു. കാലാവസ്ഥാ മാറ്റം പോലെയുള്ള വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിയുടെ വിഭവങ്ങൾ ഇല്ലാതാവൽ, ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് യുവാക്കളാണ്. കഷ്ടകാലത്തിന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ ഇത് കയറില്ല. അവർ പേരിന് മാനിഫെസ്റ്റോയിൽ ഒരു പാരഗ്രാഫ് ഉണ്ട്, ഞങ്ങളുടെ 84ാമത്തെ പാരഗ്രാഫ് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചാണ് എന്ന് പറയുമെന്നല്ലാതെ വരും തലമുറയ്ക്ക് എന്ന പേരിൽ ഇവർ നടത്തുന്ന വികസന ആഭാസങ്ങളെ കൃത്യമായി തുറന്നു കാണിക്കാൻ, അതിലെ തുല്യതയുടെ നഷ്ടത്തെ, അതിലെ വലിയ തോതിൽ ധനികരും ദരിദ്രരും തമ്മിലുണ്ടാവുന്ന വിടവിനെ തുറന്നു കാണിക്കാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നുവെങ്കിൽ അതൊരു രാഷ്ട്രീയമാണ്. ഇവർ നാളെ പാർട്ടിയാവുമോ, ഇവർ ഭരണം പിടിക്കുമോ, ഇവർ മുന്നണിയാവുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വിജയൻ മാഷ് പറഞ്ഞ ഒരു കമന്റ് ഞാനിവിടെ പറയുകയാണ്. ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം നിങ്ങൾക്ക്, പക്ഷെ അപ്പോഴും ചോദ്യം ക്ലാസ്സിൽ ഉണ്ടാവും.